17ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളെ 75 ആണ്. നല്ല ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലി ഇരുന്നു ഒരു ശബദം എടുത്തു. അതുകൊണ്ടാണ് ആകാശം കാണാൻ നല്ല വൈബുണ്ടായി. ജില്ലിത വാഷിങ് കഴിഞ്ഞ് വണ്ടി കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിടുമോ, നമ്മൾ കോഴിക്കോട് തന്നെ വാക്കിങ് സെറ്റാക്കി. അതിനോട് കിട്ടോ കൂടെ ഇന്ന് വന്ന കാര്യമൊക്കെ പാടെ ലേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. ഇത് 17ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളെ 75 ആടിൻ്റെ. നല്ല ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലി 200 കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കറക്റ്റ് 200 കഴിഞ്ഞ്. 200 കഴിഞ്ഞ് 204 ആ റേഞ്ചൊക്കെ എത്തി. എന്തായാലും നമ്മൾ നല്ല ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ എഫേർട്ടിൽ നിന്നുള്ള ചെറിയൊരു ഫലങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത്രയൊക്കെ സബ്സ്ക്രൈബർ ഫാമിലി നമ്മൾ വലുതാവുക പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഈ 200 ആളതിനൊക്കെ എന്തിനാ തുള്ളിച്ചാടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മൊമെൻറ്റുകളാണ്. കാരണം വെച്ചാൽ സീറോയിൽ കിടന്ന് 15-12 സബ്സ്ക്രൈബർ ആയിട്ട് കിടക്കുന്ന സാധനം നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഉള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്കൊക്കെ ചെയ്ത് അടിപൊളി സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് 200 സംതിങ് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ കിട്ടിയത്. ഇത് നമുക്ക് വളർത്തി കൊണ്ടുപോയിട്ട് 1000, 1 ലക്ഷം, 2 ലക്ഷം ആക്കി തീർക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതെങ്കിലും നമ്മൾ എത്തിക്കും. ഇപ്പോൾ ഈ 75 ആട് ഒരേ കണ്ടൻറ്റാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ഒരേ കണ്ടൻ്റ് ആണെങ്കിലും അതിലെന്തായാലും ലൈഫ് യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ്, എന്തെങ്കിലും ഒരു ട്രിക്ക് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. എല്ലാ വീഡിയോയിലും പുതിയ എന്തെങ്കിലും നിങ്ങൾക്കും വേണ്ടി ഉണ്ടാവും. ആ ബുക്ക് വായിക്കുന്ന ഒരു ഐഡിയ ആയാലും ഒക്കെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ പറഞ്ഞു തന്നിരിക്കും, ഉറപ്പാണ്. കാരണം അതിൻ്റെ ഒരു വാശിയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഒരിക്കലും നഷ്ടബോധം ഉണ്ടാവരുത്. അതിൻ്റെ ഒരു വാശി തന്നെയാണ്. ലൈഫിൽ ശരിക്കും യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കും. അത് നമ്മളൊരു വാശിയാണ്. കണ്ടൻറ് ഒന്ന് 75 ആട് കഴിയുന്നവരെ നമ്മൾ വീഡിയോ എടുക്കുന്നു ഞാൻ ഒരു ശബദം എടുത്തു. അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഈ 75 ആട് കറക്റ്റായിട്ട് ചെയ്യാനും ഇത് മുഴുവനാക്കുക എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം എനിക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഈ കാര്യം ചെയ്യുന്നത്. ഇനിയൊരു 75 ആടിൽ 17ാമത്തെ ദിവസമാണ്. ഇനി ഒരു 10-55 ദിവസം പാടെ ഉള്ളൂ. അതും പാടുന്ന സെറ്റാക്കിയിട്ട് വേണം ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് തുള്ളിച്ചാടാൻ. കാരണം വെച്ചാൽ 99% ആൾക്കാർ തോൽക്കുന്ന സ്ഥലത്താണ് ഞാൻ ജയിക്കാൻ പോകുന്നത്. അവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാ തോൽക്കുക? അതാണ് പോറ. ആ ഒരു വിൽ പവറും ആ സെൽഫ് കോൺഫിഡൻസും കിട്ടുക ചെറിയ കാര്യം. അത് എനിക്ക് 100% ഉറപ്പാണ്. വിട്ട് കൊടുക്കൂല. അപ്പം എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക്കായി ജിമ്മിലേക്ക് ഡയറക്റ്റ് വിടാം. പിന്നെ ഫസ്റ്റ് ബോട്ടിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജിമ്മിലേക്ക് പോവാം. ജിമ്മിലേക്ക് കാണാം. അങ്ങനെ നമ്മുടെ ചെറുക്കനിതാ ഇവിടെ നിർത്തി. ഇന്ന് ആകാശം കാണാൻ നല്ല വൈബുണ്ടായി. നല്ല ഓറഞ്ച് കളറിൽ മേഘങ്ങളൊക്കെ നിർത്തി ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് ജിമ്മിലേക്ക് പോവാം. അങ്ങനെ ജിമ്മിലെത്തി. അൻവർ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ആള് കുറവ് തന്നെ. രാവിലെ ആണ്ട് സമാധാനത്തിൽ കളിച്ചു പോവാം. പിന്നെ ഇതാ നമ്മളെ ഷോൾഡറിനെ ഇന്ന് ഫുള്ള് കളി അടിപൊളിയായിട്ട് കളിച്ച്. പിന്നെ നമ്മുടെ അതുലുണ്ട് കൂടാൻ. ബാക്കിയുള്ള എല്ലാ പരിപാടിയും സെറ്റാക്കി നേരെ വീട്ടിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ സ്ഥിര റൊട്ടീനൊക്കെ സെറ്റാക്കി കഴിച്ച് ബാക്കി ഇന്നത്തെ ഫുൾ പരിപാടി സെറ്റാക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വർക്കിന് പോകാൻ കഴിഞ്ഞില്ല. ഒക്കെ വീട്ടിൽ നിന്ന് ഫുള്ള് സെറ്റാക്കിയതൊക്കെ. കാരണം വണ്ടി സർവീസിന് കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഒന്ന് ടൗണിൽ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറ്റി വെച്ച്. അങ്ങനെ ബുക്ക് വായിക്കാൻ പോവാണ്. വായിച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് പറഞ്ഞു തരാം. ഇനിയുള്ള 10 പേജിൽ എന്താണ് നമുക്ക് പുതിയതായിട്ടുള്ള അറിവ് ഒളിച്ച് നിൽക്കുന്നത് നോക്കാം. നമുക്ക് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും അടിപൊളി എന്തെങ്കിലും ഒരു പോയിന്റ് ഇതിലുണ്ടാവും ഒരു 10 പേജിൽ. അത് എനിക്കിത് വായിച്ചതിന് ഏറ്റവും കൂടുതൽ ക്ലിക്കായൊരു സംഭവമാണ്. കാരണം വെച്ചാൽ സാധാരണ വായിക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ 1-2 പോയിന്റ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഇതിൽ മിനിമം ഒരു 10 പേജിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ട്. ഈ ബുക്ക് മാക്സിമം എല്ലാവരും ഒന്ന് വായിക്കേണ്ട ബുക്കാണ്. ഞാൻ അതിൻ്റെ ഒരു 100ൽ ഒരു 50% പറയുന്നുണ്ടോയെന്ന് അറിയില്ല. 50%-ഓളം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയി പോകും. അപ്പം മെയിനായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഭാഗം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ ഞാൻ. ഓക്കെ, അപ്പം ബുക്ക് വായിച്ചിട്ട് നമുക്ക് കാണാട്ടോ. അപ്പോൾ ഇന്ന് വായിച്ച് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഹാബിറ്റ് തുടങ്ങുമ്പോഴും ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് എപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ടൈപ്പുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് അതിൽ പൂർണ്ണ തൃപ്തിയാവണം. കാരണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയൊക്കെ പ്രയോജനമുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് പൂർണ്ണമായും നമ്മളെ തന്നെ മനസ്സിലാക്കണം.
മനസ്സിലാക്കിക്കണം. അങ്ങനെ വരുമ്പം നമുക്ക് ആ ഹാബിറ്റ് കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ന് വായിച്ചെന്ന് മനസ്സിലായ ഒരു അടിപൊളി കാര്യം കേട്ടോ. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും വെറുതെ വിടരുത്. നമ്മുടെ വീഡിയോ കൂടുതൽ ലെങ്തി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാത്തത്. നിങ്ങൾ എന്തായാലും ഈ ബുക്കൊന്ന് മസ്റ്റ് റീഡിങ് ബുക്കാണ്. ഇത് വായിക്കേണ്ട, ലൈഫിൽ വൺ ടൈം വായിക്കേണ്ട ബുക്കാണ്. പിന്നെ ബുക്കൊക്കെ വായിച്ച് ഫുള്ള് സെറ്റ് ആയപ്പോൾ ജിനിൽ വിളിക്കുന്നു, വണ്ടി സർവീസ് കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഫറോക്ക് ചുങ്കത്തെ സർവീസ് സെൻ്ററാണ്. ഇവിടെ നല്ല സപ്പോർട്ടാട്ടോ എല്ലാവരും. ജില്ലിത വാശിയും കഴിഞ്ഞ് വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. കഴിച്ച് അടിപൊളി. വണ്ടി മൊത്തം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി മൊത്തം അടിപൊളി, നല്ല കെയറിങ് എല്ലാവരും. ഇന്ന് കോഴിക്കോട് പോയിട്ട് ആകെ ലേറ്റായി, അതുകൊണ്ട് നമ്മൾ വിടുമോ, നമ്മൾ കോഴിക്കോട് തന്നെ വാക്കിങ് സെറ്റാക്കി. കോഴിക്കോട് മൊത്തം ഗോകുലമാൾ മൊത്തം കറങ്ങി ഒരു 45 അതിൽ കൂടുതൽ വാക്കി നടന്ന് ഫുള്ള് സെറ്റാക്കി. അവിടെ മനുവിട്ട കൂടെ ഇന്ന് വന്ന കാര്യമൊക്കെ പാടെ ലേറ്റ് ആയി, ആകെ സീനായി. പിന്നെ നമ്മൾ ഒരു റൂളും ബ്രേക്ക് ചെയ്യാന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഇറങ്ങിയാണ്ട് നടന്നു. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതാ നമ്മളെ ടാസ്ക് കൺഫർമേഷൻ സെറ്റാക്കാണ്. ഇന്നത്തെ വാക്കിങ് വേറെ ലെവൽ വാക്കിങ് കഴിഞ്ഞ് വേണമെങ്കിൽ ചക്ക വരുമ്പോൾ കായ്ക്കും നിന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായി. വാക്കിങ് നമ്മളെ റൂൾ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് എന്തൊക്കെ വന്നിട്ടും വിട്ടുകൊടുക്കാണ്ട് നമ്മൾ ആ കോഴിക്കോട് സിറ്റി മൊത്തം നടന്ന് വാക്കിങ് സെറ്റാക്കി. അങ്ങനെ എല്ലാ ടാസ്കുകളും ഫുള്ള് സെറ്റാക്കി തീർത്ത്. ഇനി നമുക്ക് നാളത്തെ അടിപൊളി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഗുഡ് നൈറ്റ്.